ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അവലൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് തണുപ്പ് പോകാനായിട്ട് എടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും കോഴിമുട്ടിയും നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അവൽ പൊടിച്ചതാണ് കേട്ടോ. അവൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കപ്പളവല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഫ്രഷ് മിൽക്കാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് അവൽ പൊടിച്ചത്, അതുപോലെ 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് മൈദ, ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെയാണ് ചേർക്കുന്നത്. ഇതിൽ ബേക്കിംഗ് പൗഡർ ചേർക്കണില്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഓയിലോ ബട്ടറോ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു തവൻ്റെ മേലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കുന്നുണ്ട്. അവലിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അവൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് തട്ടിയതിന് ശേഷം വേണം നമ്മൾ അവലിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമ്മൾ ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. നല്ല പോലെ അടച്ചെടുക്കുക. ഹോളൊന്ന് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം മുറിച്ചെടുത്താൽ മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവൽ കേക്കാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.